ഏറ്റുമാനൂർ നഗരസഭയിലെ 31-ാം വാർഡിൽ 2 സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സരരംഗത്തുള്ളത്. LDF-ഉം UDF-ഉം ഇവിടെ നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. NDAയും സ്വതന്ത്രരും മത്സരിക്കുന്നില്ല. LDF സ്ഥാനാർത്ഥിയായി കുടുംബശ്രീ പ്രവർത്തകയായ ഗീതു അനിലാണ് മത്സരിക്കുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിലാണ് ഗീതു അനിൽ ജനവിധി തേടുന്നത്. 31-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ് മത്സരിക്കുന്നത്. ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്താൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ ഒരാളായിട്ട് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജനങ്ങളോടൊപ്പം അതായത് അവരുടെ വീടുകളിൽ പോയി അവരുടെ ഓരോരോ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും എനിക്ക് പരിചയമുള്ളതാണ്. കുടുംബശ്രീയിലും മറ്റു സാംസ്കാരിക പ്രവർത്തനങ്ങളിലുമൊക്കെ പങ്കെടുത്തുള്ള പരിചയം മൂലമാണ് ഈ ഒരു രംഗത്തേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് വേർതിരിവില്ലാതെ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാനാണ് എനിക്ക് ഇഷ്ടം. UDF സ്ഥാനാർത്ഥിയായി KSCB റിട്ടയേർഡ് സബ് എഞ്ചിനീയർ മേരിക്കുട്ടി ജോസഫ് എന്ന വത്സമ്മയാണ്. കൈപ്പത്തി അടയാളത്തിലാണ് ഇവർ ജനവിധി തേടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭയിൽ ഇനിയും ഉയർച്ചകൾ മുൻകൂട്ടി പ്ലാനുകളും പദ്ധതികളുമായിട്ട് മുന്നോട്ട് കയറേണ്ടതുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഈ പര്യടനവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറേ കുറവുകളാണ് നഗരസഭയിൽ കാണുന്നത്. അതായത് വഴികൾ, കുടിവെള്ളം, മിക്ക വീടുകളിലും ഭവനങ്ങളിലും കുടിവെള്ളത്തിൻ്റെ ഒരു സ്രോതസ്സ് അവിടെ പരിസരത്ത് നിന്ന് കാണാനില്ല. അതുപോലെ തന്നെ ലൈറ്റുകൾ, സ്ട്രീറ്റ് ലൈറ്റുകളും അങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് അവരുടെ ചെറിയ ആവശ്യങ്ങളാണ് എങ്കിൽ പോലും അത് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചോളം അവർക്കതൊരു വലിയൊരു ആവശ്യം തന്നെയാണ്. അപ്പം ഈ നഗരസഭയിൽ ഞാൻ ജയിച്ചു വന്നാൽ ഇതിനുള്ളൊരു പ്ലാനും പദ്ധതിയും അതിനൊരു രൂപരേഖ തയ്യാറാക്കി എന്നെക്കൊണ്ട് എൻ്റെ പരിധി നിന്നുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് തരുവാൻ മാത്രമേ എനിക്കിപ്പോൾ കഴിയൂ. കീർത്തിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹി കൂടിയായ മേരിക്കുട്ടിയുമായി ശക്തമായ മത്സരമാണ് നടക്കുന്നത്. നേർക്കുനേർ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളും ആദ്യ മത്സരത്തിൽ വിജയം നേടാനുള്ള പരിശ്രമത്തിലാണ്. നഗരസഭയിൽ ജനം ഉറ്റുനോക്കുന്ന മറ്റൊരു വാർഡ് 36 ഇവിടെയും LDF സ്ഥാനാർത്ഥി ത്രേസ്യാമ്മ ജോണും NDA സ്ഥാനാർത്ഥി ഉഷ സുരേഷും മാത്രമാണ് മത്സരരംഗത്തുള്ളത്.